നമസ്കാരം. എല്ലാവർക്കും ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും അതുപോലെ മറ്റൊരാളിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും മറക്കരുതേ. UGC പരീക്ഷകൾ പുതിയ പാഠ്യപദ്ധതി വരുന്നു. 3 വർഷ കോഴ്സ് 2.5 വർഷം കൊണ്ട്, 4 വർഷ കോഴ്സ് 3 വർഷം കൊണ്ട് പഠിക്കാം. 3 വർഷത്തെ ബിരുദ കോഴ്സ് 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ അവസരം ലഭിച്ചേക്കും. 4 വർഷത്തെ കോഴ്സ് 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. ബിരുദ കോഴ്സുകൾ നിശ്ചിത കാലയളവിന് മുൻപ് പൂർത്തിയാക്കാനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കി വരികയാണെന്ന് UGC. കഴിഞ്ഞ ദിവസം UGC ഭരണസമിതി യോഗത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചെന്നാണ് വിവരം. കരട് മാർഗരേഖ ഉടനും അവതരിപ്പിച്ചേക്കും. പരമ്പരാഗത 3 വർഷ കോഴ്സും പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള 4 വർഷ കോഴ്സുമാണ് നിലവിൽ ബിരുദ പഠനത്തിന് ഉള്ളത്. മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി കോഴ്സുകൾ ഇടയ്ക്ക് നിർത്തുവാനും മടങ്ങിയെത്തി പൂർത്തിയാക്കാനും അവസരമുണ്ട്. ബിരുദ കോഴ്സ് പൂർത്തിയാക്കാൻ അധികമായി 2 വർഷം സാധാരണ അനുവദിക്കാറുണ്ടെങ്കിലും കാലയളവിന് മുൻപ് പൂർത്തിയാക്കാൻ നിലവിൽ അനുവാദമില്ല. ഇതിനാണ് മാറ്റം വരിക. ആവശ്യമായ ക്രെഡിറ്റ് കോഴ്സ് സമയത്തിന് മുൻപ് പൂർത്തിയാക്കാൻ ബിരുദം നൽകുന്ന സംവിധാനം വരുന്ന അധ്യയന വർഷം മുതൽ നടപ്പാക്കുകയാണ് ലക്ഷ്യം. മദ്രാസ് IIT ഡയറക്ടർ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ മുന്നറിയിപ്പായും UGC. അംഗീകൃത സ്ഥാപനങ്ങളുടെ പട്ടിക deb.ugc.ac.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. റെഗുലർ ക്ലാസ്സുകൾ പ്രവേശനം കിട്ടാത്തവരും ജോലിയിലിരിക്കുന്നവരും കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും തിരഞ്ഞെടുക്കുന്ന വഴിയാണ് വിദൂര വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ODL, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മറ്റൊരു രീതിയാണ്. ഓൺലൈൻ ലേണിംഗ് OL ഏത് പ്രായക്കാർക്കും തുടർ പഠനം സാധ്യമാക്കുകയെന്നാണ് ഈ രീതികളുടെ പ്രത്യേകത. ഇരു സമ്പ്രദായങ്ങളിലും പഠനാവസരം നൽകുന്ന ഒട്ടേറെ കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ കോഴ്സും പഠന സമയവും തിരഞ്ഞെടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. നിത്യയാത്ര ഒഴിവാക്കാം. കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ തുടങ്ങിയ പല മെച്ചങ്ങളുമുണ്ട്. പക്ഷേ വിദ്യാലയങ്ങളിലെത്തി പലർക്കും സമ്പർക്കം പുലർത്തിയുള്ള സാമൂഹ്യ ജീവിത പരിശീലനം തീരെയില്ലെന്ന ദോഷവുമുണ്ട്. മാത്രമല്ല, ഇങ്ങനെ നേടുന്ന യുവതികൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ലെന്നും വരാം. വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്ന കപട സ്ഥാപനങ്ങൾ രംഗത്തുണ്ട്. അംഗീകാരമില്ലാത്ത കോഴ്സ് നടത്തുക, ഒരു കോഴ്സ് അനുമതി നേടിയിട്ട് അനധികൃതമായ മറ്റു കോഴ്സുകൾ നടത്തുക, അംഗീകാരം പിൻവലിച്ചിട്ടും കോഴ്സുകൾ തുടരുക മുതലായ തട്ടിപ്പുകളുണ്ട്. ഇത്തരം ചതിക്കുഴികൾ വീഴാതിരിക്കാൻ UGC ഈ മാസം 11 വിജ്ഞാപനത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിലെ മുഖ്യ സൂചനകൾ കാണുക. ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ദ്വിവത്സര PGD, ഡിപ്ലോമ പ്രോഗ്രാമുകൾ വിദൂര ഓൺലൈൻ ശൈലികളിൽ നടത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ UGC ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ നടത്താൻ അംഗീകാരമുണ്ടെന്ന് ഉറപ്പാക്കണം. അംഗീകൃത സ്ഥാപനങ്ങളുടെ പട്ടിക UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിലുണ്ട്. deb.ugc.ac.in എന്ന വെബ്സൈറ്റിലാണ് ഇത് ഉള്ളത്. ഓരോ സ്ഥാപനത്തിലും ഏതേത് പ്രോഗ്രാമുകൾക്ക് ഏതേത് വർഷത്തിലേക്ക് അംഗീകാരമുണ്ടെന്നതും സൈറ്റിൽ നിന്ന് അറിയാം. സൈറ്റിലെ ODL ഓർ OL ബോക്സുകളിൽ ബന്ധപ്പെട്ട വർഷങ്ങളിൽ ക്ലിക്ക് ചെയ്താലും മതി. എൻറോൾമെൻറ്റ് വ്യവസ്ഥകൾ 2024-2025 അധ്യയന വർഷത്തെ ODL OL പ്രവേശനം നവംബർ 10 ശേഷം നടത്തിക്കൂടാ. നവംബർ ബാങ്കിലെ ധനനിക്ഷേപം പോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് നേടിയ ക്രെഡിറ്റുകളുടെ വെർച്വൽ ഡിജിറ്റൽ തുകയാണ് ABC അക്കാദമിക് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയും. ഒരു കോളേജിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ മറ്റൊന്നിലേക്ക് ആർജിത ക്രെഡിറ്റുകളുമായി ചെന്ന് ചേരാൻ ABC സമ്പ്രദായം സഹായിക്കും. വിദ്യാർത്ഥികൾ dbc.ugc.ac.in സൈറ്റിൽ ABC നൽകി തിരിച്ചറിയാനുള്ള DEB ID ഉണ്ടാക്കണം. ഇതുണ്ടെങ്കിൽ എൻറോൾമെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനിമേൽ ഇത് നിർബന്ധമാണ്. ഈ ID ജീവിതകാലം നിലനിൽക്കും. എന്ന് വേണമെങ്കിലും ODL OL പ്രവേശനത്തിന് ഇത് ഉപയോഗിക്കാം. പ്രോഗ്രാമുകളുടെ പേര്, ദൈർഘ്യം, പ്രവേശന യോഗ്യത എന്നിവ UGC മാനദണ്ഡ പ്രകാരം ഉറപ്പാക്കണം. പ്രോഗ്രാമുകൾ സർവകലാശാല നേരിട്ട് നടത്തണം. ഫ്രാഞ്ചൈസികളെ ഏൽപ്പിച്ചുകൂടാ. പഠന സഹായ കേന്ദ്രങ്ങളിൽ സർവകലാശാല നേരിട്ട് ഏർപ്പെടുത്തണം. ഇടനിലക്കാർ വേണ്ട. നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കുന്ന പക്ഷം ODL OL ബിരുദങ്ങൾ ബന്ധപ്പെട്ട റെഗുലർ ബിരുദങ്ങൾക്ക് തുല്യമായിരിക്കും. ODL രീതിയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ OL രീതിയിലേക്ക് മറിച്ചു മാറാം. പക്ഷേ ഇത് സംബന്ധിച്ച നിബന്ധനകൾ പാലിക്കണം. അംഗീകാരമുള്ള സമയത്ത് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടാലും തുടർന്ന് പഠിച്ച് യോഗ്യത നേടാം. പ്രവേശനം, സമ്പർക്ക ക്ലാസ്, പരീക്ഷ തുടങ്ങിയ എല്ലാ അക്കാദമിക പ്രവേശനങ്ങളും സ്ഥാപനത്തിൻ്റെ അധികാര പരിധിയിൽ മാത്രമേ നടത്താവൂ. പക്ഷേ ഇന്ത്യയിൽ ഏത് പ്രദേശത്തുള്ളവർക്കും സ്ഥാപനത്തിലും എൻറോൾമെൻറ്റ് ചെയ്യാം. വിദേശത്ത് പഠിക്കുന്നവർക്കും ഓൺലൈൻ പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്യാം. വിലക്കുള്ള സ്ഥാപനങ്ങൾ
സുരേജ് ജ്ഞാൻ വിഹാർ സർവകലാശാല രാജസ്ഥാൻ 2024-25 മുതൽ 5 വർഷത്തേക്ക് ഓൺലൈൻ പ്രോഗ്രാമുകൾ പാടില്ല. പെരിയാർ സർവകലാശാല തമിഴ്നാട് 2024-25 മുതൽ 2 വർഷത്തേക്ക് ഓൺലൈൻ പ്രോഗ്രാമുകൾ പാടില്ല. നൽസർ സർവകലാശാല തെലങ്കാന 2024-25 വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ പാടില്ല. എല്ലാ വിവരങ്ങളും സൈറ്റിലുണ്ട്, അതിൽ സന്ദർശിച്ചാൽ കിട്ടുന്നതാണ്. വിദൂര ഓൺലൈൻ രീതി പാടില്ലാത്ത പ്രോഗ്രാമുകളാണ് ഇനി നോക്കുന്നത്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഒക്യുപ്പേഷണൽ തെറാപ്പി, മറ്റു പാരാമെഡിക്കൽ വിഷയങ്ങൾ, ഫാർമസി, നഴ്സിംഗ്, ഡെൻ്റൽ, ആർക്കിടെക്ചർ, നിയമം, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കേറ്ററിംഗ് ടെക്നോളജി, culinary സയൻസ്, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ്, വിഷ്വൽ ആർട്ട്, സ്പോർട്സ്, ഏവിയേഷൻ എന്നിവയും ബന്ധപ്പെട്ട പ്രോഗ്രാമുകളും. ഗവേഷണ പ്രോഗ്രാമുകൾ, എംഫിൽ, PhD, പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ചുരുക്കം ചില വിഷയങ്ങളിലൊഴികെ എംഫിൽ പ്രോഗ്രാമുകൾ ഇന്ത്യയിൽ പാടില്ല. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.